ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. ഇന്നത്തെ വീഡിയോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ സോറോനെ കുറിച്ചാണ്. സോറോനെ കുറിച്ച് നമ്മുടെ വൺ പീസ് വേൾഡിൽ ഇപ്പോൾ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്ന രണ്ട് തിയറീസ് ഉണ്ട്. ഈ തിയറീസിൽ ആർക്കും ഒരു സോറോ ഫാൻ ആയിട്ടുള്ളത് അല്ലെങ്കിൽ വൺ പീസ് ഫാൻസ് ആയിട്ടുള്ള ആർക്കും തന്നെ ഇഷ്ടപ്പെടില്ല. കാരണം അങ്ങനെയുള്ളൊരു തിയറിയാണ്. അപ്പോൾ ആ രണ്ട് തിയറീസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ തിയറി എന്താണെന്നറിയാൻ താല്പര്യമുള്ള വീഡിയോ മുഴുവനായിട്ട് കാണണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുള്ളൂ. എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ഒരു തിയറി പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ സോറോ വേൾഡ് ഗ്രേറ്റസ്റ്റ് സ്പോർട്സ്മാൻ ആയതിനു ശേഷം നമ്മുടെ ഇവാങ്കോക്കിൻ്റെ സഹായത്തോടെ സോറോ ഒരു പെണ്ണായി മാറുമെന്ന്. ഈ തിയറി നമ്മുടെ വൺ പീസ് ഫാൻസിൻ്റെ ഒരുപാട് ചർച്ചയായിട്ടുള്ള ഒരു തിയറിയാണ്. കാരണം ഇത് പറയുന്നത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്. നമുക്കറിയാം നമ്മുടെ സോറോ എന്തിനു വേണ്ടിയിട്ട് മെയിനായിട്ട് നമ്മുടെ വേൾഡ് ഗ്രേറ്റസ്റ്റ് സ്പോർട്സ്മാൻ ആകണം എന്നുള്ള ലക്ഷ്യം ഇത്രയും ക്യാരി ചെയ്ത് കൊണ്ടുപോകാനുള്ള കാരണം എന്ന് സോറോയുടെ ഫ്രണ്ട് നമുക്കറിയാം. സോറോയുടെ ഫ്രണ്ട് ഒരു പെണ്ണായിരുന്നു. ആ പെണ്ണ് മരിച്ചതിന് ശേഷം നമ്മുടെ സോറോ സത്യം ചെയ്തെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്, ഞാൻ വേൾഡിലെ ഗ്രേറ്റസ്റ്റ് സ്പോർട്സ്മാനായി മാറുമെന്ന്. അതിനുശേഷം അവർ രണ്ടുപേരും പറഞ്ഞിരുന്നു നമ്മളിൽ ആരെങ്കിലും ഒരുത്തർ വേൾഡ് ഗ്രേറ്റസ്റ്റ് സ്പോർട്സ്മാനായി മാറുമെന്ന്. പക്ഷേങ്കിൽ അതിന് മുമ്പ് തന്നെ സോറോയുടെ ഫ്രണ്ട് മരിക്കാനുണ്ടായത്. അപ്പോൾ സോറോയുടെ ഫ്രണ്ടിൻ്റെ മെയിനായിട്ടുള്ളൊരു ഇതായിരുന്നു, ഒരു ലേഡി ആയതുകൊണ്ട് തനിക്കൊരിക്കലും വേൾഡിലെ ഗ്രേറ്റസ്റ്റ് സ്പോർട്സ്മാനായി മാറാൻ കഴിയില്ലെന്ന്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമ്മുടെ സോറോ വേൾഡ് ഗ്രേറ്റസ്റ്റ് സ്പോർട്സ്മാനായി മാറിയതിന് ശേഷം അല്ലെങ്കിൽ ഫൈനൽ ബാറ്റിൽ വേണ്ടി മീഹോക്കിനോട് പോകുന്നതിന് മുമ്പ് സോറോ ഇവാങ്കോക്കിൻ്റെ സഹായത്തോടെ ഒരു പെണ്ണായി മാറുമെന്ന് പറയുന്ന തിയറി നമ്മുടെ വൺ പീസ് വേൾഡിൽ വല്ലാതെ ഇങ്ങനെ വ്യാപിക്കുന്നുണ്ട്. അപ്പോൾ ഈ തിയറി സത്യമായി മാറുകയാണെങ്കിൽ ഒരു വൺ പീസ് ഫാൻസിനും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കറിയാം നമ്മുടെ സോറോയുടെ ഓറ എത്രമാത്രമാണെന്ന്. അത് മാത്രമല്ല, സോറോ തൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കൊണ്ട് നമ്മുടെ വൺ പീസ് ഫാൻസിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയ ഓള എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ നമ്മുടെ സോറോ ഒരു പെണ്ണായി മാറിയാൽ അത് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ തിയറി സത്യം ആകരുതെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ തിയറി ഇതാണ്. രണ്ടാമത്തെ തിയറി പറയുന്നത് ഇതിലും വേസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതെന്താണെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. മറ്റൊന്നല്ല, നമ്മുടെ സോറോ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെ ബിട്രേ ചെയ്യും. കാരണം മറ്റൊന്നല്ല, ഈ തിയറി പറയുന്നത് നമുക്കറിയാം നമ്മുടെ സോറോ ആദ്യം ആരായിരുന്നു, ഒരു പൈററ്റ് ഹണ്ടർ. അതുകൊണ്ട് തന്നെ സോറോ അവസാനം വൺ പീസിൻ്റെ അവസാനമാകുന്ന സമയത്ത് നമ്മുടെ ലൂഫിനെ ബിട്രേ ചെയ്ത് തൻ്റെ ടൈറ്റിൽ, തൻ്റെ പൈററ്റ് ഹണ്ടർ എന്നുള്ള ടൈറ്റിലിനൊത്ത രീതിയിൽ നമ്മുടെ സോറോ നടക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ വൺ പീസിൽ ഏറ്റവും കൂടുതൽ ലോയലായിട്ടുള്ള ക്യാരക്ടറാണ് സോറോ, അല്ലെങ്കിൽ അനിമേ വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ലോയലായിട്ടുള്ള ക്യാരക്ടറാണ് സോറോ എന്ന് പറഞ്ഞ് ഒരുപാട് കയറി ആർഗ്യൂ ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ വരെ സത്യമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേങ്കിൽ ഈ തിയറി സത്യമായാലും നമ്മുടെ സോറോ നമ്മുടെ ലൂഫിനെ അതുപോലെ തന്നെ സ്ട്രോ ഹാറ്റ്സിനെ ബിട്രേ ചെയ്താൽ നമുക്ക് പിന്നെ ഒന്നും പറയാനും പറ്റില്ല. നമ്മുടെ സോറോ എന്ന് പറയുന്ന ആ ക്യാരക്ടറിന് കൊടുത്ത ആ ഒരു ഇത് പിന്നെ അത് നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ തിയറി സത്യമാകരുതെന്ന് എൻ്റെ ആഗ്രഹം. പിന്നെ ഈ തിയറി സത്യമാകാനും ചാൻസ് കുറവാണ്. നമ്മുടെ ഓട ഇത്രയും ക്യാരക്ടർ ഡെവലപ്മെൻറ്റൊക്കെ കൊടുത്ത് വന്നിട്ട് അവസാനം കൊണ്ടുപോയി പൊട്ടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ തിയറി സത്യമാകാനും വളരെ ചാൻസ് കുറവാണ്. അപ്പോൾ ഈ രണ്ട് തിയറീസ് നിങ്ങൾ ഇതിനു മുമ്പ് വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങളെ കൃത്യമായിട്ട് എത്തിക്കുള്ളൂ. എന്നാൽ മറ്റൊരു വീഡിയോ കാണുന്നതിലേ ബൈ ബൈ.